കോട്ടയം പള്ളിക്കത്തോട് ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കോൺഗ്രസും കേരള കോൺഗ്രസ് എം തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിനിടെ പള്ളിക്കത്തോട് സ്വദേശി ജോൺ പി തോമസ് കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, വിശദാംശങ്ങൾ. അഖില, ഇന്നലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആഹ്ലാദ പ്രകടനമായിരുന്നു. അവിടെ ജയിച്ചത് കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയുമായി സംഘർഷമുണ്ടായി, ആ പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി. അവിടെ പാമ്പാടി ബ്ലോക്കിലേക്ക് പള്ളിക്കത്തോട് ഡിവിഷനിലേക്കാണ് ഈ മത്സരം നടന്നതും ജോസ് പി ജോൺ പരാജയപ്പെടുകയും ചെയ്ത്. ജോസ് പി ജോണിന്റെ മൂത്ത സഹോദരനാണ് മരിച്ച ജോൺ. ഈ സഹോദരൻ, അതായത് ജോസിനെ മർദ്ദിക്കുന്നത് കണ്ട് പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് ജോൺ ഇവിടേക്ക് വന്നത്. ആ സമയത്ത് ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അവിടുന്ന് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചിരുന്നു. കുഴഞ്ഞു വീണാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. അതാണ് മരണകാരണമെന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും തമ്മിലാണ് ആ സംഘർഷം ഉണ്ടായത്. ഇവരുടെ ഈ മത്സരിച്ചതും മരിച്ച ജോണിന്റെ മറ്റൊരു സഹോദരനെ കടയ്ക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ തുടർച്ചയായി കോൺഗ്രസ് പ്രവർത്തകർ ഹോൺ മുഴക്കുകയും അത് മറ്റ് കേരള കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തു. അതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഈ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ ജാതി അധിക്ഷേപം നടത്തി, അതാണ് സംഘർഷത്തിലേക്ക് പോയതെന്നാണ് അവർ പറയുന്ന ഒരു കാര്യം. എന്തായാലും ഇതിൽ ആ സംഘർഷത്തിന് ശേഷമാണ് ഈ ജോൺ കുഴഞ്ഞു വീഴുന്നതും മരിക്കുന്ന ആ സ്ഥിതിയും ഉണ്ടായത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നാണ് ഉണ്ടാവുക. അഖില, ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.